ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 3rd ചാപ്റ്ററായിട്ടുള്ള വിങ്ക്ഡ് ബഡീസ് ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ നമ്മളെ. അപ്പോൾ പിന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്കും ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് എന്താ പറയുന്നത്? ദ ടീച്ചർ സ്റ്റാർട്ടഡ് ദ ക്ലാസ് ദാറ്റ് ഡേ ബൈ പ്ലേയിങ് എ ബേർഡ് സോങ്. ടീച്ചർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് ഒരു കിളിയുടെ പാട്ട് പാടി കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്രു കുട്രു കുട്രു, ഹാവ് യു ഹേർഡ് ദിസ് ബേർഡ് സോങ്? ദ ടീച്ചർ ആസ്ക്ഡ്. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ സോങ് കേട്ടിട്ടുണ്ടോ? ക്യാൻ യു ഐഡൻറ്റിഫൈ ദിസ് സിംഗിങ് ബേർഡ്? ഹാസ് എനി വൺ സീൻ ഇറ്റ്? ദ ക്ലാസ് വാസ് സൈലൻറ്റ്. അപ്പോൾ ക്ലാസ് എന്തായി? സൈലൻ്റായി. ഏതാണ് ഈ ശബ്ദം? ഏത് കിളിയുടെയാണ് ഈ ശബ്ദമെന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. ഇറ്റ്സ് നെയിം ഈസ് വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റ്. വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റ് ആണ് നമ്മൾ ചിന്ന കുട്ടൂരുവൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അയാൻ സെഡ്, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ സിംഗിങ് ബേർഡ്? അപ്പോൾ ചോദിക്കുകയാണ് എന്താണ് അതിൻ്റെ കളറ്? ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ ടീച്ചർ, സൈറ റെസ്പോണ്ടഡ്. സൈറ പറഞ്ഞു അതിൻ്റെ കളറ് പച്ചയാണ്. ദിസ് ബേർഡ് ഈസ് ആൾസോ കോൾഡ് പച്ചില കുടുക്ക. അപ്പോൾ പച്ചില കുടുക്കാന്നും ഇതിനെ പറയുന്നുണ്ട് അല്ലേ. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ കോളിങ് ഇറ്റ് ലൈക്ക് ദിസ്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കുന്നുണ്ടാവുക? അതിൻ്റെ കളർ ഗ്രീൻ ആണ്. ദ ടീച്ചർ കണ്ടിന്യൂഡ്. ഓക്കെ, ദർ ആർ മെനി ടൈപ്സ് ഓഫ് ബേർഡ്സ്. പല ടൈപ്സുള്ള ബേർഡ്സ് ഉണ്ട്. വിച്ച് ആർ ദ ബേർഡ്സ് പ്രസൻറ്റ് ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ ഏരിയയിലുള്ള ബേർഡ്സ് ഏതൊക്കെയാണ്? ക്രോ വരും, പിന്നെ നമുക്ക് എന്ത് പറയാം, പാരറ്റ് വരാറുണ്ട് അല്ലേ നമ്മുടെ അവിടെ. പിന്നെ ഡക്ക്, ഹെൻസ്, ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, വിച്ച് ആർ ദ ബേർഡ്സ് പ്രസൻറ്റ് ഇൻ യുവർ ഏരിയ? ഹൗ മെനി ഓഫ് ദം ആർ ഫെമിലിയർ ടു യു ആൻഡ് നെയിം ടു യു? റൈറ്റ് ദം ഇൻ യുവർ എൻവിയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഏതൊക്കെ ഉണ്ടെന്ന് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. കുക്കു പറയാം, ക്രോ പറയാം, ഡോവ് പറയാം, പാരറ്റ് പറയാം, പീക്കോക്ക് പറയാം, കിങ് ഫിഷർ പറയാം. ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, കളർ ആൻഡ് മേക്ക് ദം ബ്യൂട്ടിഫുൾ. ഐഡൻറ്റിഫൈ ദ ബേർഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. കളർ ആൻഡ് മേക്ക് ദം ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതിലുള്ള ഓരോ ബേർഡ്സും നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് എന്താ ഓക്കെ, കളറും ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബേർഡ്സിൻ്റെ പേര് നമുക്കിവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് കളറും ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇൻ വാട്ട് വേസ് ഡു ദ ബേർഡ്സ് ഇൻ ദ പിക്ചർ ഡിഫർ? ഈ ചിത്രത്തിലുള്ള ബേർഡ്സൊക്കെ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? ഒന്ന് കളർ ഓഫ് ദി ഫെദറിൻ്റെ, നമ്മുടെ തൂവലിൻ്റെ കളർ ഓരോന്നിനും ഓരോന്നാണല്ലേ. പാരറ്റിൻ്റെ ആണോ പീക്കോക്കിന് വരിക? അല്ല. പിന്നെ അതാണോ കിങ് ഫിഷറിന് വരിക? അല്ല. അപ്പം എല്ലാം ക്രോക്കി അതാണോ വരിക? അല്ല. അപ്പം അതെല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പിക്ചർ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പാരറ്റ്, പിന്നെ ക്രോ, പിന്നെ പീക്കോക്ക്, പിന്നെ ഫൈനലി കിങ് ഫിഷറാണ് തന്നിട്ടുള്ളത് അല്ലേ. പിന്നെ ഷേപ്പ് ഓഫ് ദ ബോഡി, ഈ 4 ഷേപ്പും വ്യത്യാസമാണ് അല്ലേ. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം, വേറെ ഫീച്ചേഴ്സ് എന്തൊക്കെ പറയാം? ഇപ്പം നമ്മൾ കളറ് പറഞ്ഞു, ഷേപ്പ് പറഞ്ഞു. ഇനി ബീക്ക്, അവരുടെ ചുണ്ടിൻ്റെ ഭാഗം അല്ലേ, ബീക്ക് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അടുത്തത് ബീക്ക്. പിന്നെ എന്താ നമുക്ക് പറയുക? സൈസ് ഓഫ് ദ ബോഡി, ഓരോന്നിൻ്റെ സൈസും എന്താണ് വ്യത്യാസമാണ്. അപ്പോൾ അത്രയും പറഞ്ഞിട്ട് നമുക്ക് ആ പോയിന്റ് നിർത്താം. പിന്നെ നമ്മളോട് പറയുന്നത് ലെറ്റസ് ക്ലാസിഫൈ ദം. ഡു ഓൾ ദ ബേർഡ്സ് ഇൻ യുവർ ഏരിയ ആർ ഹാവ് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ? ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാ പക്ഷിക്കും ഇപ്പോൾ സെയിം കളർ ഫെദേഴ്സ് ആണോ ഉള്ളത്? ഇപ്പോൾ ഫെദറിൽ തന്നെ പല കളർ വരുന്നതുണ്ടാവും അല്ലേ. ഹാവ് യു സീൻ ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളർ? പല ഡിഫറെൻറ്റ് കളറുള്ള ഫെദേഴ്സ് ഉള്ള ബേർഡ്സിനെ കണ്ടിട്ടുണ്ടോ? നെയിം ദ ബേർഡ്സ് ദാറ്റ് ഹാവ് ഡിഫറെൻറ്റ് കളേർഡ് ഫെദേഴ്സ്. ഡിഫറെൻറ്റ് കളർ ഫെദർ ഉള്ളത് ആർക്കൊക്കെയാണ്? ഒന്ന് പീക്കോക്ക്, പിന്നെ നമുക്ക് കിങ് ഫിഷർ പറയാം, പിന്നെ സ്പോട്ടഡ് ഡൗ, നമുക്ക് ഈ പുള്ളിക്കുയിലിനെയാണ് കേട്ടോ അത് പറയുന്നത്. പിന്നെ ഏഷ്യൻ കോയിൽ നമുക്ക് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് പറയാം? ജംഗിൾ മൈന, പുള്ളിക്കുയിലല്ല, പുള്ളിക്കുരുവിയാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്ത് പറയാം? ജംഗിൾ മൈന. ഇതിൻ്റെയൊക്കെ ഫെദറിൽ തന്നെ പല പല കളറുണ്ട്. ഓക്കെ, അപ്പം നമ്മളോട് അടുത്തത് ഇതൊന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബേർഡ്സ് വിത്ത് ഫെദർ ഓഫ് ദ സെയിം കളർ ഓൺ ദെയർ ബോഡി. ബോഡിയിൽ തൂവലിന് സെയിം കളറുള്ള ബേർഡ്സ്. നമുക്കറിയാം കാക്കയ്ക്ക് ഫുള്ള് ബ്ലാക്ക് കളറാണല്ലേ വരുന്നത്. അപ്പോൾ ക്രോ എന്ന് പറയാം. പിന്നെ നമുക്ക് ഗ്രീൻ പാരറ്റ് എന്താണ്? അത് ഫുള്ള് ഗ്രീൻ ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് പറയാം?
പർപ്പിൾ സൺബേർഡ് എന്ന് പറയാം, അത് ഫുള്ള് പർപ്പിൾ കളറാണ്. പിന്നെ നമുക്ക് ഏത് പറയാം, വൈറ്റ് ഡവ് പറയാം അവിടെ. പിന്നെ നമുക്ക് ബ്ലൂ ജെയ് എന്ന് പറഞ്ഞിട്ട് ഒരു ബേർഡ് ഉണ്ട്, അത് ബ്ലൂ കളറാണ് കേട്ടോ വരിക. നെക്സ്റ്റ് നമുക്ക് എന്ത് പറയാം, ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളർ ഓൺ ദെയർ ബോഡി. അത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് കളർ വരുന്നത്? സെയിം കളർ നമുക്കപ്പോൾ ഇതൊക്കെ പറയാം. പിന്നെ കുക്കും പറയാം കേട്ടോ ഇതിൽ. പിന്നെ നമുക്ക് പറയേണ്ടത് ഡിഫറെൻറ്റ് കളറിൽ പീക്കോക്ക് പറയാം, കിങ് ഫിഷർ പറയാം, സ്പോട്ടഡ് ഡവ് പറയാം, ഏഷ്യൻ കോയിൽ പറയാം, പിന്നെ ജംഗിൾ മൈന പറയാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വെച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യുക. ഓക്കെ, വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സിനുള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്ന് ഫെദർ, ഫസ്റ്റ് പോയിന്റ് ഫെദർ ആണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് സ്കെൽട്ടൺ, അവരുടെ അസ്ഥിക്ക് അധികം വെയിറ്റ് ഉണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും ബീക്ക് ഉണ്ട് അല്ലേ, ബീക്ക്. പിന്നെ ലെഗ്സ്, എല്ലാവരും എന്താ ചെയ്യുക, മുട്ടയിടുക ചെയ്യുക. പിന്നെ വിങ്സ്, എല്ലാവർക്കും വിങ്സ് ഉണ്ട്. പിന്നെ 2 ലെഗ്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ബ്രീത്ത് വിത്ത് ലങ്സ് കൊണ്ടാണ് ഇത് ബ്രീത്ത് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയാം കേട്ടോ. ബൈ ഒബ്സർവിങ് അവർ സറൗണ്ടിങ്സ് വി ക്യാൻ ആൾസോ ഫൈൻഡ് ബേർഡ്സ് വിത്ത് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതല്ലാതെ പല പ്രത്യേകതകളുള്ള വ്യത്യസ്തമായ പ്രത്യേകതകളുള്ള ബേർഡ്സും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഡൈവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്. അടുത്തത് യൂസ് ബൈനോക്കുലേഴ്സ് ഇഫ് അവൈലബിൾ ടു ഒബ്സർവ് ബേർഡ്സ്. ബൈനോക്കുലറിൽ കൂടെ നമ്മൾ ബേർഡ്സിനെ നിങ്ങളോട് നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. വാട്ട് തിങ്സ് ഷുഡ് ബി ഒബ്സർവ്ഡ്, വെറുതെ നോക്കിയാൽ പോരാ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്ലേസ് വേർ ദ ബേർഡ് ഈസ് ഇൻ, ഏത് സ്ഥലത്താണ് ബേർഡ്സ് കാണുന്നതെന്ന് നോക്കണം. ടൈം വെൻ ഇറ്റ് വാസ് ഇൻ, ഏത് സമയത്താണ് കാണുന്നതെന്ന് നോക്കണം. സൈസ്, അതിൻ്റെ സൈസ് എത്രയുണ്ടെന്ന് നോക്കണം. കളറ് നോക്കണം. നെസ്റ്റ്, അതിൻ്റെ കൂടെ എങ്ങനത്തെയാണെന്ന് നോക്കണം. സൗണ്ട്, അതിൻ്റെ സൗണ്ട് നോക്കണം. പിന്നെ സൈസ് ഓഫ് ദി ലെഗ്, ലെങ്ത്ത്, കളറ്, നമ്പർ ഓഫ് ടോയ്സ്, ഇതൊക്കെ നോക്കണം ലെഗിൻ്റെ കാര്യത്തിൽ. പിന്നെ സൈസ് ആൻഡ് കളർ ഓഫ് ഐസിൻ്റെ കളർ ഏതാണെന്ന് നോക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെദേഴ്സ് എങ്ങനെയാണെന്ന് നോക്കണം. സ്റ്റൈൽ ഓഫ് ഫ്ലൈയിങ്, അതെങ്ങനെയാണ് ഫ്ലൈ ചെയ്യണതെന്ന് നോക്കണം. ഓക്കെ, ഒബ്സർവ് എനി ബേർഡ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് ഇറ്റ് ഇൻക്ലൂഡിങ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്. ഡോണ്ട് ഫോർഗെറ്റ് ടു ഡ്രോ ദ പിക്ചർ. ഏതെങ്കിലും ഒരു ബേർഡിനെ നോക്കിയിട്ട് നിങ്ങളോട് അതിൻ്റെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ പാരറ്റിനെ പറ്റിയിട്ടുള്ള ഒരു പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് ദി ബേർഡ് എന്ന് പറയുന്നത് പാരറ്റ് ആണ്. പ്ലേസ് വേർ ഇറ്റ് ഈസ് സീൻ, ഏറ്റവും കൂടുതൽ എവിടെ കാണുന്നത്? ഫീൽഡ്, ബണ്ട്, നമ്മളെ വയലുകളിലൊക്കെയാണ് കാണുന്നത്. ടൈം വെൻ ഇറ്റ് വാസ് സീൻ ഈവനിങ്ങിലാണ് കൂടുതൽ കാണുക. കളറ് ഗ്രീൻ ആണ്. ഫെദേഴ്സ് ഓഫ് ദി ബീക്ക് ഫീച്ചേഴ്സ് ഓഫ് ദി ബീക്കിൻ്റെ ബീക്കിൻ്റെ പ്രത്യേകതകൾ എന്താ? ഷാർപ്പാണ്, കേർവ്ഡ് ആണ് ആൻഡ് റെഡ് ഇൻ കളർ അല്ലേ. ഫീച്ചേഴ്സ് ഓഫ് ദി ലെഗ്, ഇനി ലെഗ് എങ്ങനെ ഇരിക്കും? ലെഗ് യൂസ് ടു ക്ലൈംബ് ട്രീസ് ആൻഡ് ഹോൾഡ് ഫുഡ് ഫേംലി. ലെഗ് എന്തിനാ ഉപയോഗിക്കുന്നത്? മരത്തിൻ്റെ മേലെ ചാടി കയറാനും കിട്ടുന്ന ഭക്ഷണം ഹോൾഡ് ചെയ്ത് വെക്കാനും. ഫീച്ചേഴ്സ് ഓഫ് ദ ടെയിലിൻ്റെ പ്രത്യേകത, വാലിൻ്റെ പ്രത്യേകത എന്താ? ലോങ് ട്രയാങ്കുലർ ടെയിലാണ്, വലിയതാണ് അല്ലേ. അതർ ഫീച്ചേഴ്സ് എന്തൊക്കെ? എ റോസ് റിംഗ് അറൗണ്ട് ദ നെക്കിൻ്റെ അവിടെ ഒരു റോസ് റിംഗ് കണ്ടില്ലേ നിങ്ങൾ. പിന്നെ ലേ എഗ്സ് ഇൻ ഹോളോ ഇൻ ട്രീസിൽ പൊത്തുണ്ടാക്കിയിട്ട് അവിടെയാണ് എന്തുണ്ടാക്കുക? എഗ്സ് ഉണ്ടാക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് ലെറ്റ്സ് കംപ്ലീറ്റ് എന്നാണ്. ലാർജസ്റ്റ് ബേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലാർജസ്റ്റ് ബേർഡ് ഏതാണ്? ഓസ്ട്രിച്ച് ആണ് കേട്ടോ ലാർജസ്റ്റ് ബേർഡ് വരുന്നത്. നെക്സ്റ്റ് ദ ബേർഡ് ദാറ്റ് ഫ്ലൈസ് ബാക്ക്വേർഡ്, ബാക്കിലേക്ക് പറക്കുന്ന ബേർഡ് ഏതാണ്? ഹമ്മിങ് ബേർഡാണ് ബാക്കിലേക്ക് പറക്കുന്നത്. അടുത്തത് ഹയ്യസ്റ്റ് ഫ്ലൈയിങ് ബേർഡ്, ഏറ്റവും ഹയ്യസ്റ്റിൽ ഫ്ലൈയിങ് എന്ത്? വൾച്ചറാണ്. അത് റുപ്പല്ലസ് ഗ്രിഫോൺ വൾച്ചർ എന്നാണ് കേട്ടോ അതിനെ പറയുക. പിന്നെ ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ഫ്ലൈ ചെയ്യാത്ത ബേർഡ്സ് ഏതൊക്കെയാണ്? ഓസ്ട്രിച്ച്, അതേപോലെ തന്നെ എമു, കിവി, പെൻഗിൻ, ഇതൊക്കെ നമുക്ക് പറയാം. പിന്നെ സ്മോളസ്റ്റ് ബേർഡ് ഹമ്മിങ് ബേർഡാണ് കേട്ടോ. ഹമ്മിങ് ബേർഡാണ് നമുക്ക് സ്മോളസ്റ്റ് ബേർഡിൻ്റെ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് ചോദിക്കുന്നു. അടുത്തത് ഫുഡ്സ് ഓഫ് ഓൾ കൈൻഡ്, ഫുഡിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? പാരറ്റ് പറയുക ദീസ് ഗ്രെയിൻസ് ആർ മൈ ഫുഡ്, ഗ്രെയിൻസ് ആണ് എൻ്റെ ഫുഡ്. ഐ ടു ഗോട്ട് ബിഗ് ഫിഷ്, കിങ് ഫിഷർ പറഞ്ഞു എനിക്ക് ബിഗ് ഫിഷ് കിട്ടി. ടുഡേസ് മീൽ ഈസ് ഗ്രേറ്റ് എന്ന് വൾച്ചർ പറയാണ് കേട്ടോ. ഡു ഓൾ ബേർഡ്സ് ഈറ്റ്സ് ദ സെയിം ഫുഡ്, എല്ലാ ബേർഡ്സും സെയിം ഫുഡാണോ ഈറ്റ് ചെയ്യുക? അല്ല അല്ലേ. അപ്പോൾ പാരറ്റ് എന്തൊക്കെയാണ് ഈറ്റ് ചെയ്യുക? ഒരെണ്ണം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഗ്രെയിൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സിലെ ചെറിയ സീഡ്ലെസ് ഫ്രൂട്ട്സ് ഈറ്റ് ചെയ്യും. പിന്നെ
ചില്ലി അല്ലേ, പച്ചമുളക്, പിന്നെ പീസ് പയർ അല്ലേ, അതും ഈറ്റ് ചെയ്യും. കിങ് ഫിഷർ ഫിഷ് ഈറ്റ് ചെയ്യും. പിന്നെ സ്മോൾ ഫ്രോക്സ്, ക്രാബ്, ഡ്രാഗൺ ഫ്ലൈസ് ഇതിനെ ഈറ്റ് ചെയ്യും. കൈറ്റ് റാറ്റിനെ ഈറ്റ് ചെയ്യും, ലിസാർഡിനെ ഈറ്റ് ചെയ്യും, അതുപോലെ ഫിഷിനെ ഈറ്റ് ചെയ്യും. പിന്നെ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാം, സ്പാരോ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, സ്പാരോ എന്തൊക്കെ ഈറ്റ് ചെയ്യും? ഗ്രെയിൻസ് ഈറ്റ് ചെയ്യും, സീഡ് ഈറ്റ് ചെയ്യും, ഇൻസെക്ട്സ് ഈറ്റ് ചെയ്യും. പിന്നെ ക്രോ എന്തൊക്കെ ഈറ്റ് ചെയ്യും? മീറ്റ്, ഫ്രൂട്ട്സ്, അതേപോലെ ഇൻസെക്ട്സ്. പിന്നെ പീക്കോക്ക് പറയാം, പീക്കോക്ക് എന്ത് ഈറ്റ് ചെയ്യും? സീഡ്സ്, ഇൻസെക്ട്സ്, പിന്നെ ഫ്ലവർ പെറ്റൽ. ഓക്കെ, ഇത്രയും ഭാഗം വെച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് വി ഹണ്ട് ഫോർ പ്രേ ഇൻ പ്ലേസസ് വേർ ദർ ഈസ് വാട്ടർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രേ എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം അന്വേഷിച്ച് പോവുക, പക്ഷെ അവിടെ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. ഐ ലൈക്ക് ടു ചേസ് ആൻഡ് ക്യാച്ച് ദ പ്രേ. എനിക്ക് ഓടി വെച്ചെന്ന് പ്രാനെ ക്യാച്ച് ചെയ്യാൻ ഇഷ്ടമാണെന്നാണ് നമ്മുടെ വൾച്ചർ പറയുന്നത്. ഐ ലൈക്ക് ടു പെക്ക് ആൻഡ് ഈറ്റ് ഗ്രാസ്, സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്. എനിക്ക് എന്താണ് ഇഷ്ടം? കുത്തി കുത്തി തിന്നാനാണ് ഇഷ്ടം, ഗ്രാസ് ഒക്കെ കേട്ടോ. ഐ ആം വൺ എമംഗ് ദ ഫ്രൂട്ട് ഈറ്റർ. ഞാൻ എന്താ ചെയ്യുന്നത്? ഫ്രൂട്ടാണ് കൊത്തി കഴിക്കുന്നത്. വാട്ട് ഫുഡ് ഡസ് ഈച്ച് ബീഡ് ഈറ്റ്. ഓരോ ഫുഡും ഇപ്പോൾ എന്താ ഈറ്റ് ചെയ്യണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തന്നില്ലേ തൊട്ട് മുന്നേ. ഫൈൻഡ് ദം ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് മോർ ബേർഡ് ഇൻ ദ നെസ്റ്റ്. നെസ്റ്റസിലുള്ള ബേർഡ്സിനെ പറ്റിയിട്ട് നമ്മളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ തൊട്ടിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓരോ ബേർഡും തിന്നുന്ന ഫുഡ് എന്താണെന്ന് വെച്ചിട്ടാണ് നമ്മൾ നിർത്തുന്നത്. അടുത്തത് നമുക്ക് ഈ ഫിഗർ തൊട്ടിട്ടുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. താങ്ക് യു.